എൻ്റെ വിഷയം എന്നെ ഇവിടുന്ന് മാറ്റുന്നതോ മാറ്റാതിരിക്കുന്നതോ ഇല്ല. ഞാൻ തന്നെ അങ്ങോട്ട് ആവശ്യപ്പെട്ടതുമാണ്. ഒരു ഒരു പിന്നെ സ്ഥിരം ചെയർമാൻ അവിടെ അതാരോ ആയിക്കോട്ടെ വെക്കണം. ഇത് മാറ്റി എന്നുള്ളതല്ല വിഷയം. ഈ സ്ഥാനമാനങ്ങൾ പോയി എന്നുള്ളതല്ല വിഷയം. ഒരു സ്ഥാപനത്തിലെ ചെയർമാനായിട്ടിരിക്കുന്ന ആൾ തന്നെ മാറ്റിയ വിവരം, ചുമതലയിൽ നിന്നും മാറ്റിയ വിവരം മാധ്യമങ്ങളിലൂടെ അറിയേണ്ടി വരുന്ന ആ ചെയർമാൻ്റെ ഗതികേടുണ്ടല്ലോ, അതാണ് എൻ്റെ വിഷയം. ആ ഗതികേട് അത് എൻ്റെ ആത്മാഭിമാനത്തിനേറ്റ ഏറ്റവും വലിയ മുറിവ് തന്നെയാണ്. ഇതിനെക്കുറിച്ചാണ് ഞാൻ പ്രതികരിച്ചത്. പക്ഷേ ഞാനൊരു 5-6 മാസം ഒന്നും മിണ്ടിയില്ലല്ലോ. മാധ്യമങ്ങളൊക്കെ എത്രയോ എന്നോട് ഇൻ്റർവ്യൂവിനുമൊക്കെ ചോദിച്ചാൽ ഞാൻ ആരോടും ഒന്നും ഒരക്ഷരവും മിണ്ടാതിരുന്നതാണ്. പക്ഷേ ഈ അടുത്ത കാലത്ത് സച്ചിദാനന്ദൻ മാഷുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കാലാവധിയൊക്കെ എന്നോ കഴിച്ചിട്ടും വീണ്ടും കാലാവധി കൂട്ടിക്കൊടുക്കുന്നു. അതൊരു അനീതിയല്ലേ? നിങ്ങളൊരു ആശാസമരം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരു ന്യായമായ പൊതുസമൂഹം മുഴുവൻ പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യം പറഞ്ഞതിന് നിങ്ങളെ പുറത്താക്കി എന്ന് മാധ്യമക്കാർ ചോദിച്ചപ്പോഴാണ്, അതിനകത്തൊരു ഇരട്ട നീതിയല്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. അതാണ് പിന്നീട് ചർച്ചകൾക്ക് തുടക്കമായത്. ഇത് അങ്ങനെ ആ രീതിയിൽ പോകുന്നു. എന്ത് തന്നെയായിരുന്നാലും ശരി, ഈ മന്ത്രി എനിക്ക് വളരെ ഇഷ്ടമുള്ള മന്ത്രിയാണ്. പക്ഷേ അദ്ദേഹം അടുത്ത കാലത്ത് പറയുകയുണ്ടായി 7.5 വർഷക്കാലം എന്നെ വൈസ് ചെയർമാൻ തസ്തികയിൽ അവിടെ എന്നെ ഇരുത്തിയിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തൊരു പച്ചക്കള്ളമാണത്! 7.5 വർഷക്കാലം. 2022 സഖാവ് കൊടിയേരി ബാലകൃഷ്ണൻ ഈ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് എന്നെ നിയമിക്കുന്നത് ഈ വൈസ് ചെയർമാനായിട്ട്. അത് ഏതാണ്ട് 2.5 വർഷക്കാലം മാത്രമാണ് ആ പദവിയിലുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് എൻ്റെ പ്രവർത്തനം വളരെ മോശമായിരുന്നുവെങ്കിൽ അവർ തീർച്ചയായിട്ടും എൻ്റെ ചെയർമാൻ്റെ പദവിയിലേക്ക് അവർ ചുമതല എന്നെ ഏൽപ്പിക്കില്ലായിരുന്നല്ലോ. അപ്പോൾ ആ പ്രവർത്തനമൊക്കെ അവർ പരിഗണിച്ചിട്ടാണ് ചെയർമാൻ്റെ പദവിയിലേക്ക് വന്നത്. അത് ഏതാണ്ട് 1 വർഷം ഇതാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിന് നേരത്തെ പിന്നെ കൗൺസിലിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. അത് ഇതുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട കാര്യമല്ല. അപ്പോൾ ഇങ്ങനെ നിരന്തരം കള്ളം പറയും. ഇപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഇതും ഞാൻ പറയാൻ ആഗ്രഹിച്ചതല്ല, പക്ഷേ മനോരമയുടെ ഒരു പരിപാടിയിൽ മന്ത്രിക്ക് എത്ര മാർക്ക് എന്നുള്ള പരിപാടിയിൽ അദ്ദേഹം വന്നിട്ട് ഇങ്ങനെ സ്ഥിരപ്പെടുത്തണമെന്നൊക്കെ ഞാൻ ആവശ്യപ്പെട്ടു എന്നുള്ളൊരു കാര്യം പറഞ്ഞു. വസ്തുതാവിരുദ്ധമാണത്. ഞാൻ ആവശ്യപ്പെട്ട ഇതാണ്, ഈ അവ്യക്തത, അനിശ്ചിതത്വം ഇത് മാറ്റണം. ഇത് മാറ്റാതെ ഒരു ചെയർമാൻ എന്നുള്ള രീതിക്ക് അവിടെ പ്രവർത്തിക്കാനാവില്ല. അതിനൊരു ക്ലാരിറ്റി വരുത്തണം എന്ന് മാത്രമാണ് ആവശ്യപ്പെട്ടത്. അപ്പോഴെല്ലാം അവർ ഈ വാർത്തകളെല്ലാം നിഷേധിക്കുകയായിരുന്നു. ഒടുവിൽ പത്രമാധ്യമങ്ങളിലൂടെ മാറ്റിയ വിവരം ഞാൻ അറിയുകയും ചെയ്തു. അത് എന്നിലുണ്ടാക്കിയ ഒരു വല്ലാത്തൊരു മാനസിക വിക്ഷോഭമുണ്ട്. കാര്യം ഞാൻ 10-35 വർഷമായി ഇടതുപക്ഷ സഹയാത്രികനായിട്ടുണ്ട്. സിനിമാ മേഖലയിൽ ഞാൻ എൻ്റേതായ ഒരു വലുതല്ലെങ്കിൽ പോലും ഒരു സ്ഥാനം ഉണ്ട്. സാംസ്കാരിക മേഖലയിൽ എത്രയോ കാലമായിട്ട് ഞാൻ എഴുതുകയും പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഒരാളോട് മാറ്റുന്ന കാര്യം ഒരു വാക്ക് പറയണ്ടേ? ഇത് മാറ്റിയതുള്ള ഒരു വിഷയമല്ല. ഞാൻ പലപ്പോഴും പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്. പലപ്പോഴും പറഞ്ഞൊരു കാര്യം കൂടി പറയാം. നമ്മുടെ വീട്ടിൽ ഒരു പണിക്ക് വരുന്ന ഒരാൾ, ഒരു പാവപ്പെട്ട മനുഷ്യൻ വരുന്നു എന്ന് വയ്ക്കുക. നാളെ മുതൽ അയാൾ വരണ്ട എങ്കിൽ, ഞാനത് പറഞ്ഞതാണ്, നമ്മൾ ഇന്ന് ആ മനുഷ്യനോട് പറയും, ചേട്ടാ നാളെ മുതൽ താങ്കൾ വരണ്ട, താങ്കൾക്ക് എന്തെങ്കിലും കൂലി വല്ലതും ബാലൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ സെറ്റിൽ ചെയ്യാം, താങ്കളുടെ വല്ല പണിയായുധങ്ങളോ മറ്റോ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ അതൊക്കെ എടുത്തുകൊണ്ട് പോകണം. ഇതൊരു മനുഷ്യത്വമല്ലേ? അതൊരു മര്യാദയല്ലേ? അതൊരു മനുഷ്യനോട് നമ്മൾ കാണിക്കേണ്ടതല്ലേ?